ബേബി പ്ലീസ് ബേബി ഒരു കിസ്സെങ്കിലും താ ബേബി. നോ. ഓഹോ ഓക്കെ, തിരുവല്ലയിൽ വേണ്ട, ഞാൻ പോവാണെന്നോ. ഓഹോ അപ്പൊ താൻ പോവല്ലേ? പോവും. എനിക്ക് പണ്ടേ അറിയാൻ തന്നെ കുറിച്ച്. എങ്ങോട്ടാ? ആ മേരിക്കുട്ടി ടീച്ചറെ വീട്ടിലേക്കേകാം. എനിക്കറിയാളതൊക്കെ. എടാ നീ എന്ത് തേങ്ങക്കെടാ പറയുന്നേ? അങ്ങനൊന്നുമില്ല. എനിക്ക് അവളോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. അത് കോളേജ് പഠിക്കുന്ന ടൈമിലാ. ഇപ്പൊ അതൊന്നും ഇല്ല. എന്നിട്ടാണോ ഏത് നേരം അവളെ നിന്റെ ക്യാബിനിൽ വന്നിക്കല്? എന്നോട് കള്ളം പറയല്ല ജോർജെ. ഓ ഇവനെ കൊണ്ട് ഞാൻ അറിയാടോ, അറിയാം. തനിക്ക് എന്നെ മടുത്തൂല്ലേ? എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് താൻ വിചാരിക്കണ്ട. ഞാനൊരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളാ. അവളാണെച്ചെങ്കിലോ വൈസ് പ്രിൻസിപ്പളും. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ടാവും. നീ ആ കാര്യം മനസ്സിലാക്കുക. എന്താടോ ഞാൻ മനസ്സിലാക്കണ്ടേ? നിനക്കെന്നെ സഹിക്കാൻ പറ്റിയത് പറ, ഞാൻ ഒഴിഞ്ഞുതരാം. ഓക്കെ എന്നാ ഒഴിഞ്ഞോണ്ടാ. അങ്ങനെ ഞാൻ ഒഴിഞ്ഞു തരുമെന്ന് നീ വിചാരിക്കണ്ട. ഞാൻ ഒഴിഞ്ഞു തന്നിട്ട് വേണ്ടേ നിനക്ക് അവളുടെ അടുത്ത് പോവാൻ. നീ എന്താടാ അന്യം കളിക്കുന്നു? ചില നേരത്തെ എന്നോട് ഒഴിഞ്ഞു പോകാൻ പറയും, എന്നിട്ട് ഒഴിഞ്ഞു പറയുമ്പോ നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡൗട്ട് ഞാൻ തീർത്താ മതിയോ? അരേ വാ, എന്ത് നല്ല കാഴ്ച. കോളേജിൽ ഞങ്ങളെ വിറപ്പിക്കുന്ന സാറ് ഇവിടെ കടന്ന് വിറയ്ക്കുന്നു. സോറി ഗൈസ്, നിങ്ങൾ എപ്പോ വന്നു എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ചോദിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയാം, പ്ലീസ് നാറ്റിക്കരുത്. അത് ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം, അല്ലേടാ നോഹ? ഇടമക്കളെ, നിങ്ങളത് ആലോചിച്ചാൽ മാത്രം പോലെ. പ്ലീസ് ഫ്ലാഷ് ആക്കരുത്, നാറ്റിക്കരുത്. ഞാൻ എന്ത് വേണേലും ചെയ്തുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്തുതരാം. ഫുഡ് ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഇപ്പൊ തൽക്കാലം വിട്ടിരിക്കുന്നു. ബട്ട് ഇത് ഒന്നും പെർമനന്റ് അല്ല. ഹേയ്, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഹായ്, ഹലോ, ഞാൻ വിഹാൻ. മോനെ കിച്ചു, ഇങ്ങ് വന്നേ. എടാ കിച്ചു, എന്താടാ പറ. നീ എന്നോട്ട് പോവോ? എങ്ങോട്ട് പോകുന്ന കാര്യ നീ പറയുന്നേ? അല്ല, അപ്പുറത്തെ റൂമിലെ അലി ഇല്ലേ, അവൻ ഇന്നലെ ദത്തെടുത്തു. അതേമാതിരി നിന്നാരെയും ദത്തെടുക്കുകയാണെങ്കിൽ നീ എന്നെ വിട്ടു പോവോ? ഓ ഇതാണ് നിന്റെ വലിയ പ്രശ്നം. നീ പറ, എന്നെ വിട്ടു പോവോ അതോ ഇല്ലയോ? ഓഹോ അപ്പൊ അതാണ് കാര്യം. യെസ്, ഞാൻ നിന്നെ വിട്ടു പോകും. എന്നിട്ട് പുതിയ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വലുതായിട്ട് ഞാനൊരു ജോലിയൊക്കെ നേടും. എന്നിട്ട് കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യട്ടോ. അയ്യേ, അപ്പോഴേക്കും ഡൗൺ ആയോ? ഇത് നോക്ക്, നീയാണ് എൻ്റെ എല്ലാം. എന്നെ എങ്ങനെ ആരെയും ദത്തെടുക്കാൻ വരികയെന്ന് ഞാൻ അവനോട് പറയും, നീ ഇല്ലാതെ ഞാൻ വരത്തില്ല എന്ന്. അവൻ എൻ്റെ കൂടെ എപ്പോഴും വേണമെന്ന്. എൻ്റെ ചെക്കനൊന്ന് ചിരിച്ച്, ഇനി ചിരിച്ച് ഇങ്ങനെ ചിരിക്കട്ടെ. ദാറ്റ്സ് മൈ ബോയ്. നീ ഇങ്ങനെ ചിരിക്കുമ്പോ എന്ത് ക്യൂട്ടാണ് കാണാനറിയോ? പിന്നെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആ റോസില്ലേ, അവൾ എന്നെ പ്രപ്പോസ് ചെയ്തടാ. ഓഹോ, എന്നിട്ട് നീ എന്താ അവളോട് പറഞ്ഞേ? ഞാനെന്ത് പറയാനാ, ഞാൻ അവളോട് പറഞ്ഞു, നീ സുന്ദരിയാണ്, പക്ഷേ എന്റെ ടേസ്റ്റ് അല്ലാന്ന് പറഞ്ഞു. എനിക്ക് അവളോട് അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. ആഹാ, എന്താ ചിരി, നേരത്തെ കടന്നൊരു കുത്തിമാരിയെന്ന് മോന്ത. കിച്ചു, നീ വന്നോ? ഞാൻ നിന്നെ വിളിപ്പിച്ച വേറൊന്നുമില്ല. നിന്നോട് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നിനക്കും ഒരു കുടുംബമൊക്കെ ആവാൻ പോവുകയാണ്. നിന്നെ ദത്തെടുക്കാൻ ഒരു ഫാമിലി തയ്യാറായിട്ടുണ്ട്.
അപ്പൊ കുക്കിയോ? അവനില്ലാതെ ഞാൻ എങ്ങോട്ടും പോകത്തില്ല. അവർക്ക് ഒരു കൊച്ചു മതി എന്നാ പറഞ്ഞ്. അവർ വലിയ ഫാമിലിയാ, ബിസിനസ് ഫാമിലിയാ. കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി, കൊച്ചുങ്ങളുണ്ടാവുന്നില്ല. അപ്പോഴാ അവർ ദത്തെടുക്കാമെന്ന് തീരുമാനിച്ച്. എനിക്കുറപ്പാ അവര് നിന്നെ നന്നായി നോക്കും. സിസ്റ്റർ അമ്മ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് അവനില്ലാതെ പറ്റില്ല. അവനില്ലാതെ ഞാൻ എങ്ങോട്ടും പോവില്ല. മോനെ കുക്കി, എന്താ സിസ്റ്റർ അമ്മയെ വിളിച്ചേ? മോനെ കുക്കി, നമ്മുടെ കിച്ചുവിനെ ദത്തെടുക്കാൻ വേണ്ടി ഒരു കൂട്ടര് തയ്യാറായി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കിച്ചു അതിന് സമ്മതിക്കുന്നില്ല. അതിന് കാരണം നീയാണ്. എനിക്കറിയാം നിങ്ങളുടെ സുഹൃത്ത് ബന്ധം. പക്ഷെ ഈ സിസ്റ്റർ അമ്മ ഈ കാര്യത്തിൽ നിസ്സഹായതയാണ്. നമ്മുടെ ഓർഫനേജ് ഉടനടി പൂട്ടും. അതിനു മുമ്പ് ഈ കുട്ടികളെയെല്ലാം എനിക്ക് സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ കിച്ചു അതിന് സമ്മതിക്കുന്നില്ല. നീ അവനോടൊന്ന് സംസാരിക്കണം. സിസ്റ്റർ അമ്മ ഒട്ടും വിഷമിക്കേണ്ട, അവൻ സമ്മതിക്കും. അല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിക്കും. സിസ്റ്റർ അമ്മ അവനോട് ഇത് മാത്രം പറഞ്ഞാൽ മതി. കുക്കി, കുക്കി, ഇവൻ ഇതെവിടെ പോയി? കുറെ നേരമായാലും തപ്പൽ തുടങ്ങിയിട്ട്. താങ്ക്സ് വിഹാൻ, ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. ആ റോസ് എന്തിനാ നിന്നെ ഹഗ് ചെയ്തേ? അത് നീ എന്തിനാ അന്വേഷിക്കാതെ നിൽക്കുന്നേ? കുക്കി പ്ലീസ് നിർത്ത്. നീ എന്നെങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? എന്താ നിനക്ക് പറ്റി? എപ്പോഴും ഒരേപോലെ നിൽക്കാൻ കഴിയണമെന്നില്ല ആരവ്. എന്താ കുക്കി ഇത്? നീ എന്നെ എപ്പോഴും കിച്ചു എന്നല്ല വിളിക്കാറ്, ഇപ്പൊ എന്താ ആരവ് എന്നൊക്കെ വിളിക്കുന്നത്? നീ മാറിക്കാരവ്, എനിക്ക് കുറെ പണികളുണ്ട്. പിന്നെ നീ ഇന്ന് ഇങ്ങനെ എന്നോട് മിണ്ടാൻ വരണമെന്നില്ല. നമ്മളെ കുറിച്ച് ഈ ഓർഫനേജിൽ കുട്ടികൾ പലതും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. മോനെ, നീ കരയണോ? എന്തു പറ്റി? ഏയ് ഒന്നുമില്ല സിസ്റ്റർ അമ്മേ, കണ്ണിലൊരു പൊടി പോയതാ. സിസ്റ്റർ അമ്മ എന്തിനാ പോകുന്നേ? അതോ, നമ്മുടെ വിഹാനെ ഏറ്റെടുക്കാൻ ഒരു ഫാമിലി തയ്യാറായിട്ടുണ്ട്. അത് നിന്നോട് പറയാനാ ഞാൻ വന്നേ. എന്നിട്ട് അവൻ സമ്മതിച്ചോ? സമ്മതിച്ചു. കർത്താവിനെ സ്തുതി. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് കൂടി ഒരു കുടുംബം ഉണ്ടാവാൻ പോവാണ്. പിന്നെ സിസ്റ്റർ അമ്മ എന്ന് പറഞ്ഞില്ലേ ഒരു ഫാമിലി എന്നെ ദത്തെടുക്കാൻ തയ്യാറായി എന്നൊക്കെ? അവരോട് പറഞ്ഞേക്കൂ എനിക്ക് സമ്മതാണെന്ന്. ഓ, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. അങ്ങനെ നിനക്കും നല്ല ബുദ്ധി തോന്നിച്ചല്ലോ. മോനെ കിച്ചൂട്ടാ, എണീക്ക്. നേരെ എത്രയെന്ന വിചാരം? എന്ത് മമ്മി, കുറച്ചേരം കൂടി ഉറങ്ങട്ടെ. അവൻ കുറച്ചേരം കൂടി കടന്നോട്ടടി. നീ എന്തിനാ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നേ? ആഹാ മനുഷ്യ, നിങ്ങൾക്ക് അതൊക്കെ പറയാം. അവനെ സ്കൂളിൽ പോകാനുള്ളതാ. മമ്മി കഷ്ടമുണ്ട് കേട്ടോ, ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കാതെ. നീ ചെറുക്ക, ഇനി ഉറങ്ങിയിട്ടുണ്ടെങ്കിലേ സ്കൂൾ ബസ് മിസ്സാവും. വേഗം നീച്ച് കുളിച്ചു വാ, ഞാൻ ഫുഡ് എടുത്തേക്കാം. പിന്നെ വൈകുന്നേരം നമ്മൾ സ്കൂളിൽ വന്നിട്ട് ഒരാളെ കാണാൻ പോകുന്നുണ്ട്. ആരെ മമ്മി കാണാൻ പോകുന്നേ? അതല്ലേ പറഞ്ഞ സർപ്രൈസ് ആണെന്ന്. സിസ്റ്റർ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? ഒന്നുമില്ല കുഞ്ഞേ, വയസ്സായില്ലേ, അതാ. ഇനി എത്ര കാലം ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും സിസ്റ്റർമ്മ വിളിച്ചപ്പോ എന്റെ കുട്ടി വന്നല്ലോ. അങ്ങനെയൊന്നും പറയില്ലേ സിസ്റ്റർ അമ്മേ. മോനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വിഹാനെ പറ്റിയ. സത്യം പറഞ്ഞ അവരാരും ദത്തെടുത്തിട്ടില്ല. നിനക്കൊരു നല്ല ഭാവി ഉണ്ടായി കാണാൻ വേണ്ടി അവര് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞത്. എന്താ സിസ്റ്റർ അമ്മ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോനെ, നീ പോയ 1 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഓർഫനേജ് പൂട്ടി. ബാക്കി വന്ന കുട്ടികളെല്ലാം അവിടുന്ന് മറ്റൊരു ഓർഫനേജിലേക്ക് മാറ്റി. ഞാൻ അവിടുത്തെ അഡ്രസ്സ് തരാം, നീ അവനെ പോയി കാണണം. മമ്മി, സിസ്റ്റർ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? കുക്കി എന്നോട് കള്ളം പറഞ്ഞതാണ്. ആ കൊച്ചു നല്ലവനാ, അതാ അങ്ങനെയൊക്കെ പറഞ്ഞേ. മോൻ കരയണ്ട കേട്ടോ. ഏതായാലും അവനെ നമുക്ക് പോയി കാണാം, എന്നിട്ട് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരാം. എനിക്ക് 2 കൊച്ചുങ്ങളാണെന്ന് ഞാൻ കൂട്ടിക്കോളാം. എനിക്കതിനൊന്നും കുഴപ്പമില്ല. താങ്ക്സ് മമ്മി.
ആ ഓക്കെ വരാം നടക്ക്. Color-coded just to keep me sane. My world is finally starting to take shape. I press the button and it bursts into life. This time nothing will escape my sight. I എടാ see നീ the ഇതെവിടെ പോയി stars കൊണ്ട് and എത്ര നേരം ഫോൺ വിളിക്കുന്നു? ഇതെടാ ഫോണ് സൈലന്റിലായിരുന്നു, അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. എന്തായി, തുടങ്ങിയോ? ഇല്ലടാ, വാ നമുക്ക് പോയേക്കാം. color-coded just to keep me sane. My world is finally starting to take shape. I press the button and it bursts into life. This time nothing will escape my sight. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ എഡിറ്റിങ്ങിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ കുറച്ച് ശബ്ദങ്ങളും അലകലാപനങ്ങളും ഉണ്ടായിരിക്കാം. ഒന്നുമില്ല, ഞാൻ കോളേജിൽ നിന്നും പിന്നെ വീട്ടിൽ നിന്നൊക്കെയാണ് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇലക്ഷനൊക്കെ അല്ലേ, അപ്പം അതിൻ്റേതായ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കമൻറ്റിൽ ഞാൻ കുറേ കണ്ടു കേട്ടോ, JK വേണം അല്ലെങ്കിൽ പേ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സെന്താ പറയുന്നത് വെച്ചാൽ എനിക്കിപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാ. എൻ്റെ മനസ്സിനനുസരിച്ച് കഥ പോകും. ഞാൻ പണ്ട് ഈ കഥ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്കൊരു ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ വേണം ഈ കഥ സ്റ്റോറി ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. ബട്ട് ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഇത് വരുന്തോറും എന്താ പറയുക, കഥയിലേക്ക് ഞാൻ കൂടുതൽ ആഴുന്തോ കഥയുടെ ട്രാക്ക് മാറുന്നുണ്ട്. അപ്പോൾ എന്താണ് തോന്നുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ ആരെയും ടോപ്പാക്കണം തീരുമാനിക്കും. പിന്നെ പ്രേക്ഷകരുടെ അഭിപ്രായം ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നില്ല, കാരണം നിങ്ങളല്ലേ എനിക്കെല്ലാം. പിന്നെ കമൻ്റ് ഇടുന്ന ആർമീസിന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അമ്മ കുട്ടി സംസാരിക്കുമ്പോൾ എത്ര സന്തോഷമുണ്ട്, അതേമാതിരിയാണ് എനിക്ക് കമൻറ്റ് വായിക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ.